നിയമസഭയിൽ പ്രതിപക്ഷം സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ്. UDF MLA-മാർ സഭ വളയുമ്പോൾ എതിർക്കാൻ വാച്ച് ആൻഡ് വാർഡിനെ രംഗത്തിറക്കുകയാണ് സ്പീക്കർ ഷംസീർ ചെയ്തത്. വാച്ച് ആൻഡ് വാർഡ് സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങുന്നത് തന്നെ അപൂർവമാണ്. UDF വനിതാ MLA-മാരെ അടക്കം വാച്ച് ആൻഡ് വാർഡ് കയ്യേറ്റം ചെയ്തുവെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടിയത്. മന്ത്രിമാരായ മുഹമ്മദ് റിയാസും സജി ചെറിയാനും നടുത്തളത്തിലിറങ്ങി UDF MLA-മാരെ ആക്രമിച്ചുവെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ ആരോപണം സ്പീക്കർ AN ഷംസീർ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷ നേതാവിന്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടമായി. സ്പീക്കർക്കെതിരെ ശക്തമായ ആക്രമണമാണ് പിന്നീട് സതീശൻ നടത്തിയത്. പച്ചക്കള്ളം പറയരുതെന്ന് താക്കീത് സ്പീക്കർക്ക് നൽകിയ സതീശൻ ചെയറിന്റെ അന്തസ്സ് കളയരുതെന്നും സ്പീക്കറെ ഓർമ്മിപ്പിച്ചു. അല്പനേരം സതീശനും സ്പീക്കറും തമ്മിൽ നടന്ന വാക്പോരിനും സഭ സാക്ഷ്യം വഹിച്ചു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സംഭവങ്ങളാണ് ഉണ്ടായത്. സഭാ നടപടികൾ സംഭവിക്കുന്നത് ഈ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല. ചോദ്യോത്തര വേള സംഭവിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോൾ 6 പ്രാവശ്യം അന്നത്തെ പ്രതിപക്ഷം ചോദ്യോത്തര വേള സംഭവിച്ചിട്ടുണ്ട്. സർ, ഇത് ആദ്യമായിട്ടൊന്നുമല്ല. സർ, ഇവിടെ ആദ്യമായിട്ടാണ് പ്രതിപക്ഷം സഭാ നടപടികൾ സംഭിപ്പിച്ച് സമരം ചെയ്യുമ്പോൾ പോലീസിനെ വാച്ച് ആൻഡ് വാർഡിനെ ഇറക്കി സഭ പ്രതിപക്ഷ അംഗങ്ങളെ നേരിടാൻ വേണ്ടി ഇറക്കിയിരിക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം. സർ, എന്നിട്ടും ഞങ്ങൾ പ്രകോപനം ഉണ്ടാക്കിയില്ല. ഞങ്ങളുടെ വനിതാ അംഗങ്ങളെ വരെ ഇവര് തള്ളിമാറ്റി. എന്നിട്ടും ഞങ്ങൾ പ്രകോപനം ഉണ്ടാക്കിയില്ല. സർ, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് പ്രകോപനം ഉണ്ടായത്. അങ്ങ് കൺക്ലൂഡ് അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് പറ. ഞങ്ങൾ അദ്ദേഹത്തോട് മാന്യമായിട്ടാണ് പെരുമാറുന്നത്. പക്ഷേ മന്ത്രി മുഹമ്മദ് റിയാസും സർ സജി ചെറിയാനുമാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ആദ്യം വെള്ളിലിറങ്ങി ഞങ്ങളെ. നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ കള്ളം പറയരുത്. നിങ്ങളെ കസേരയിരുന്ന് കള്ളം പറയരുത്. സർ, ഞങ്ങൾ ഈ സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കുക. അങ്ങ് പറഞ്ഞോ. മൈക്ക് അവിടെ കൊടുക്കുക. മൈക്ക് അവിടെ. സാർ, ഇന്ന് ബഹുമാന്യനായ സ്പീക്കർ, ബഹുമാന്യനായ സ്പീക്കർ കക്ഷി നേതാക്കളുടെ യോഗം രാവിലെ വിളിച്ചു ചേർത്തത് സഭ സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. അങ്ങ് വിളിച്ച യോഗം ബഹിഷ്കരിച്ചവരാണ് പ്രതിപക്ഷം.